Second question, write them using letters. Make a table showing the number of girls, the number of boys, and the total number of children in each class of your school. What are the different ways of stating the relation between these numbers? Write these using letters. അതായത് നമ്മുടെ സ്കൂളിൽ ഓരോ ക്ലാസ്സിലുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണവും കൂടാതെ അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ബോയും ഗേളും കൂടെ ആകെ ആ ക്ലാസ്സിൽ എത്രയുണ്ട് എന്ന് നമ്മൾ സ്കൂളിലെ ഓരോ ക്ലാസ്സിലെ കുട്ടികളുടേത് വെച്ച് നമ്മൾ കണ്ടെത്തുന്നു. അങ്ങനെയാണെങ്കിൽ ജനറലായിട്ട് നമുക്ക് അതിനെ ലെറ്റേഴ്സ് ഉപയോഗിച്ച് എങ്ങനെ എഴുതാം എന്ന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് വേസ് ഓഫ് സ്റ്റേറ്റിംഗ് ദ റിലേഷൻ ബിറ്റ്വീൻ ദീസ് നമ്പേഴ്സ്? ആ നമ്പേഴ്സിനെ ഏതെല്ലാം രീതികളിൽ എഴുതാമെന്നൊരു ചോദ്യം കൂടെ. ഇത് ഒന്നാമത്തെ ചോദ്യത്തിൽ ടീച്ചർ അത് വിശദമായിട്ട് പറഞ്ഞിരുന്നില്ല. ഇത് ഈ ചോദ്യത്തിൽ വിശദമായിട്ട് പറയാം. ഇവിടെ ടീച്ചർ ഉദാഹരണമായിട്ട് 5, 6, 7 ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം ഇവിടെ ഒരു പട്ടികാ രൂപത്തിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, 5ാം ക്ലാസ്സിൽ ഗേൾസിൻ്റെ എണ്ണം 15, ബോയ്സിൻ്റെ എണ്ണം 16 എങ്കിൽ ടോട്ടൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 15 + 16 അല്ലേ? 6 × 5 = 11, 1 1 2 1 3 31 കുട്ടികളാണുള്ളത്. ഇനി ഗേൾസിൻ്റെ എണ്ണം 25, ടോട്ടൽ 45, ബോയ് എന്ന് പറയുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മളിത് കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ഇവിടെ 45-ൽ നിന്ന് 25 കുറയ്ക്കണം, എങ്കിലേ കിട്ടുള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് 20. 20ഉം 25ഉം ചേരുന്നതാണ് 45. ഇനി നോക്കുക, ഇവിടെ 46 കുട്ടികളാകെയുണ്ട്. ബോയിയുടെ എണ്ണം 15 ആണെങ്കിൽ ഗേൾ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? നമ്മൾ 46-ൽ നിന്ന് 15 കുറച്ചാൽ മതിയാവും. ആൻസർ ഈസ് 31. അപ്പോൾ ഇത് കണ്ടെത്തിയ മാർഗം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ലെറ്റർ ഉപയോഗിച്ച് എഴുതാൻ പറഞ്ഞാൽ ഗേളിനെ ടീച്ചർ G എന്ന അക്ഷരവും ബോയിനെ B എന്ന അക്ഷരവും ടോട്ടലിനെ T എന്ന അക്ഷരവും ഉപയോഗിച്ചാൽ ഈ ടോട്ടലായ T കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ബിയും ജിയും കൂടെ കൂട്ടിയാൽ മതിയാവും. ഇനി ബോയിനെ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? നമ്മൾ ബോയ് സ്മോൾ ലെറ്റർ ആണല്ലോ കൊടുത്തേ. ബോയിയെ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ടോട്ടലിൽ നിന്നും ഗേൾ മൈനസ് ചെയ്താൽ മതിയാവും. ഇനി ഗേളിനെ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ടോട്ടലിൽ നിന്ന് ബോയിയെ മൈനസ് ചെയ്താൽ മതി. ഇതാണ് 3 രീതിയിൽ നമ്മളിതിനെ എഴുതുന്നത്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ 4 cm, 6 cm ആൻഡ് 8 cm. വാട്ട് ഈസ് ഇറ്റ്സ് പെരിമീറ്റർ? ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ ലെങ്ത്ത് 4, 6, 8 എന്നീ ക്രമത്തിൽ തന്നിട്ടുണ്ട് എങ്കിൽ ആ ത്രികോണത്തിൻ്റെ ചുറ്റളവ്, പെരിമീറ്റർ ചുറ്റളവ് കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ പെരിമീറ്റർ കണ്ടുപിടിക്കുന്ന എന്നാ? ഈ 4ഉം 6ഉം 8 ആഡ് ചെയ്താൽ മതി. 8 6 14 4 18 സെൻറ്റിമീറ്ററാണ് പരപ്പളവ്. അപ്പം ഇതിനെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്? ഡിനോട്ടിങ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ആസ് A, B, C and the perimeter as P. How do we write the relation between them? ഈ വശങ്ങൾ എയും ബിയും സിയും ആണ്. പെരിമീറ്ററിനെ P എന്ന് ഡിനോട്ട് ചെയ്താൽ എങ്ങനെയാണ് നമ്മൾ ഈ റിലേഷനെ എഴുതുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. നോക്കാം. നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് 4, 6, 8 എന്നിങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് 4 + 6 + 8. ആൻസർ ഈസ് 18 സെൻറ്റിമീറ്റർ. അവർ പറഞ്ഞിരിക്കുന്നത് യഥാക്രമം ഈ 4, 6, 8ന് പകരം നമ്മൾ എന്ത് കൊടുക്കണം? A, B, C എന്ന് കൊടുത്താൽ എങ്ങനെയാണ് പെരിമീറ്റർ കണ്ടുപിടിക്കുക? പെരിമീറ്റർ ഇസ് ഈക്വൽ ടു സം ഓഫ് ദ സൈഡ്സ് അല്ലേ? അതാണല്ലോ ഇക്വേഷൻ. പെരിമീറ്റർ ഇസ് ഈക്വൽ ടു സം ഓഫ് ദി സൈഡ്സ്. അപ്പോൾ സം ഓഫ് ദി സൈഡ്സ് മീൻസ് എന്താണ്? പെരിമീറ്ററിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യാനോ ക്വസ്റ്റ്യനിൽ പറഞ്ഞ P എന്നും ഈ റിലേഷൻ പെരിമീറ്ററിൻ്റെ റിലേഷൻ എന്താ? എയും ബിയും സിയും കൂടെ കൂട്ടിയാൽ അപ്പോൾ പെരിമീറ്റർ ഇസ് ഈക്വൽ ടു A + B + C. അത്രേ ഉള്ളൂ.
ആ ലെറ്റർ അങ്ങനെ തന്നെ ആഡ് ചെയ്ത് എഴുതുക. സംഖ്യ ആയിരുന്നെങ്കിൽ നമുക്ക് കൂട്ടി ഒറ്റ സംഖ്യ കിട്ടും, പക്ഷേ ലെറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ പ്ലസ് ചിഹ്നം ഇട്ടങ്ങ് വെച്ചാൽ മതിയോ. ഇങ്ങനെ വേരിയബിൾസ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഉപയോഗിച്ച് എഴുതുന്ന തരം പ്രോബ്ലംസിനാണ് നമ്മൾ ലെറ്റർ മാത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ.